ഇന്നത്തെ എൻ്റെ ഇത് നല്ലൊരു എല്ലാവർക്കും ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് ചപ്പാത്തി എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ്. അപ്പം അടുത്ത ഗുജറാത്തി ഡിഷാണിത്. അതായത് ഇത് എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ്, 2 ക്യാരറ്റ്, 1 ബീറ്റ്റൂട്ട്, പൊട്ടറ്റോ, കുറച്ച് ബീൻസ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അരിഞ്ഞ് കുക്കറിലിട്ട് ഉപ്പും ശകലം കായവും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് ഉള്ളി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇതിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗരം മസാല അതും ഇട്ട് വഴറ്റി വെച്ചിരുന്നതാണ് രാവിലത്തേക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. കാരണം രാവിലെ ഇതിനുള്ള സമയം ഉണ്ടാവില്ലല്ലോ, ചിലപ്പോൾ ലേറ്റായി പോയേക്കും. അങ്ങനെ ഗോതമ്പ് മാവ് 3 കപ്പ് ഗോതമ്പ് മാവിലേക്ക് ഇത് ഒരുമിച്ച് കുറച്ച് ഉപ്പ്, വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴയ്ക്കുക. അപ്പോൾ കുഴച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ, അല്ലെങ്കിൽ കുറേ വലുതായി പോകുമ്പോഴേക്കും. ഇങ്ങനെ പതുക്കെ വേണം കുഴയ്ക്കാൻ കേട്ടോ. വെള്ളം സൂക്ഷിച്ച് ഒഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആ ഗ്രേവിയിലും കൂടെ ആയതുകൊണ്ട് ആ കൂട്ടില്ലേ മസാലക്കൂട്ട്, അതും കൂടെ അത് നമ്മൾ ശരിക്കും ആക്ച്വലി ഇത് കട്ട്ലറ്റ് ഉണ്ടാക്കണ പോലെയാണ്. നമ്മളതെല്ലാം വഴറ്റി അതിന് ശേഷം ഉള്ളി വഴറ്റി ഗരം മസാലയോ പിന്നെ എന്തൊക്കെ മസാല വേണോ അതൊക്കെ ഇടാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ. അത് ഇട്ടിട്ട് അത് വഴറ്റി വെച്ചിരുന്നാൽ കുറച്ച് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒപ്പം ഈ ആലു പൊറോട്ട ഉണ്ടാക്കണ പോലെ തന്നെ അതിലൊരു ഇത്തിരി വ്യത്യാസമുണ്ട്. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് വെച്ചാൽ പറ്റുന്നത്. അത് വേറൊരു ദിവസം വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിപ്പോൾ മിക്സ് ചപ്പാത്തിയാണ് കേട്ടോ, വെജിറ്റബിൾ മിക്സ് ചപ്പാത്തി. ഇത് പതുക്കെ സെയിം ചപ്പാത്തി കഴിക്കുന്ന പോലെ വളരെ സൂക്ഷിച്ച് കുഴയ്ക്കുക. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ വേണം കേട്ടോ. ഇത് ഭയങ്കര റഫായപ്പോൾ ഇത്തിരി ഒരു 1/4 സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കുഴയ്ക്കുക. എണ്ണ ഒഴിക്കണം, കുറച്ച് എണ്ണ ഒഴിച്ച് കുഴയ്ക്കുക. അപ്പോൾ രാവിലെ നമ്മുടെ ബാൽക്കണിയിലെ ഗാർഡനും കൂടെ കാണിക്കട്ടെ. ഇത് കണ്ട അലോവേര നല്ല അടിപൊളിയായിട്ട് ഉണ്ടായേക്കണേ. പിന്നെ മണി പ്ലാന്റ്, അതിൻ്റെ ഇടയ്ക്കും അലോവേരയുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളക് ഇതാ പൂവിട്ടിട്ടുണ്ട്, ഇത് ചെറുതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ കരിവേപ്പില പറിക്കാറിയില്ല കേട്ടോ ഞങ്ങൾ, കുറച്ച് വലുതാവട്ടെ എന്നോർത്ത്. അതിനും കുഞ്ഞുമക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ മുല്ല നാട്ടിൽ നിന്ന് കൊണ്ടതാണ്, കുടമുല്ലയല്ല കുറുമുഴി. ഇതാ മാവ്, ഇതാ ചീത്തയായിപ്പോയി, നട്ടതാ മാവ്. പിന്നെ ഈ ചെടിയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, ഇതൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇവിടെ എല്ലാവരും ഇതിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇങ്ങനെ ചെടികളൊക്കെയാണ്, തുളസിയൊക്കെ. ഇത് 3 തുളസി. പിന്നെ അതിന് ശേഷം പനിക്കൂർക്ക, അതായത് ഓർഗാനം. ഞങ്ങളിത് ഉണക്കി വയ്ക്കും. ഇതാണ് റൊട്ടിയിലൊക്കെ ഇടുന്ന ഇത്. അത് ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെയാണ് ഇത് നമ്മൾ പൊടിച്ച് എടുത്ത് വയ്ക്കുന്നത് എന്നുള്ള ഓർഗാനം. പിന്നെ ഇത് വേറൊരു മണി പ്ലാന്റ്. പിന്നെ ഇതിപ്പോൾ പുതിയ മേടിച്ച തുളസി, അതിനെ ചെടിച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടില്ല. തുളസി മേടിച്ചു. പിന്നെ ഇത് നമ്മുടെ വലിയ മണി പ്ലാന്റ്. ഈ അലോവേര കുറച്ച് കൂടുതലായതുകൊണ്ട് ഇത് കണ്ടോ എല്ലാം വെട്ടി വെച്ചേക്കുക. കുറച്ച് അധികമായിപ്പോയി, ഭയങ്കരമായിട്ട്. ഇപ്പം ചട്ടിയിൽ നിന്ന് അത് മറിഞ്ഞു വീഴാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ വെട്ടിയെടുത്ത് വെച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തോട്ടം, ബാൽക്കണിത്തോട്ടം എന്ന് പറയാം. നമ്മുടെ ചപ്പാത്തി മാവ് ഇതായി ഈ പരുവത്തിലായി കണ്ടോ. കുഴച്ചതെല്ലാം ഉരുട്ടി ഒരു 5-10 മിനിറ്റ് വരുത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അങ്ങനെ ചപ്പാത്തി വരുത്താനായിട്ട് ഒക്കെ റെഡിയായി. കല്ലൊക്കെ ഇടും, മാർബിൾ കല്ല്. ഞങ്ങൾ തടിയുടെയല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് പരത്താൻ പറ്റിയിട്ടുള്ള ഷേപ്പായിട്ട് ചപ്പാത്തി പരത്താൻ ആരംഭിച്ചു. ഇങ്ങനെ സാധാരണ ചപ്പാത്തി എങ്ങനെയാണ് പരത്തുക അതുപോലെ തന്നെ നമ്മൾക്ക് ചപ്പാത്തി പരത്തിയാൽ മതി. എൻ്റെ മുകളിൽ നന്നായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ പരത്താനുണ്ട്. ഞാനാണെങ്കിൽ ഇന്ത്യ, ഓസ്ട്രേലിയ അങ്ങനെയൊക്കെ ആവും കേട്ടോ, അമേരിക്ക അങ്ങനെയൊക്കെയാണ് ഓരോ രാജ്യങ്ങളുടെ ഇതാണ് ഞാൻ ഉണ്ടാക്കണം, മാപ്പാണ് ഉണ്ടാക്കുന്നത്. എനിക്കങ്ങനെ കറക്റ്റ് വട്ടത്തിൽ അറിയില്ല.
ഉള്ളിത് ഇങ്ങനെ വട്ടത്തിൽ കറക്കി പരത്തുമ്പോൾ കറങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ചപ്പാത്തി ഓൾറെഡി ഇവിടെ പരത്തി 2-3 വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി സാധാരണ പോലെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അത് ഇപ്പം അതിൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ 2 കണ്ണും ഒരു വായും പോലെയില്ലേ അല്ലേ? വേണ്ട ബീറ്റ്റൂട്ടിൻ്റെ അത് ഇങ്ങനെ അതൊരു പിങ്കിഷ് കളറായിരിക്കും കേട്ടോ നമ്മുടെ ചപ്പാത്തിക്ക്. നല്ലോണം പിങ്കാണ്. ഇതിലത്ര അറിയാൻ പറ്റുന്നില്ല. അതിൽ മുകളിലേക്ക് കുറച്ച് നന്നായിട്ട് ഇത്തിരി നെയ്യ് ഒഴിക്കണം. നന്നായിട്ട് വേണം. ഇത് മോന് രാവിലെ സ്കൂളിൽ പോകാനുണ്ട്. ഇപ്പം ഇതിൻ്റെ കൂടെ കറി വേണമെന്നൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഇത് തൈര് കൂട്ടിയാണ്, പുളിയില്ലാത്ത തൈര് കൂട്ടിയാണ് ഇത് കഴിക്കാറ് കേട്ടോ. ഈ ചപ്പാത്തി അങ്ങനെയാണ്, മിക്സ് ചപ്പാത്തിയാണിത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തി റെഡിയായി. അപ്പോൾ കൂട്ടുകാരെ ഇതുണ്ടാക്കുവാൻ വളരെ എളുപ്പമാണ്. തലേ ദിവസം നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം, പിറ്റേ ദിവസം കാലത്തേക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ എന്താ പറയുക, പൊട്ടറ്റോ ആലു ചപ്പാത്തിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, ഇത് എന്തായാലും ട്രൈ ചെയ്യണം. പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണത്. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് മസാല വേണമെങ്കിലും ഇടാം കേട്ടോ. ഞങ്ങൾ ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ, അത് വളരെ കുറച്ച്. അപ്പോൾ ഈ കുട്ടികൾ വെജിറ്റബിൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് ഈ വെജിറ്റബിളും പോയിക്കോളും. അതായത് ബീട്രൂട്ട്, അത് ഹെൽത്തി അല്ലേ. ബീട്രൂട്ട്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ പൊട്ടറ്റോ, ഇത്രയേ ഉള്ളൂ. അത് ഒരുമിച്ച് കുക്കറിലിടുക, ആ മസാല ഉണ്ടാക്കുക, ഗരം മസാലയോ എന്ത് മസാലയോ ഇടുക, അത് ഇതിലേക്ക് ചേർത്ത് കുഴയ്ക്കുക, ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ. ഇത് കുറച്ച് നേരം ഒന്ന് വെച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എണ്ണയിട്ട് കുഴച്ചിട്ട് പിന്നെ ചപ്പാത്തി നല്ലോണം നെയ്യ് ഒഴിച്ചാൽ ഏറ്റവും ടേസ്റ്റി ആയിരിക്കും. കറി ആവശ്യവുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.